80-20 റൂൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മുന്നൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാരറ്റോ പ്രിൻസിപ്പിൾ എന്നാണ് പറയാം. അതായത് 20% ഓഫ് ദ വർക്ക് ആയിരിക്കും നമ്മുടെ 80% ഓഫ് ദ റിസൾട്ട് തീരുമാനിക്കുക. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചറിയാം, നമ്മളുടെ ഒരു എക്സാമിൻ്റെ സിലബസ് എടുക്കുമ്പോൾ 20% സിലബസിൽ നിന്നായിരിക്കും 80% ക്വസ്റ്റ്യൻസ് വരിക. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്താലും നമ്മൾ ചെയ്യുന്ന 20% പ്രവൃത്തികളായിരിക്കും നമുക്ക് 80% റിസൾട്ട് തരാം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പല റുട്ടീൻസും ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, നല്ല ഡയറ്റ്, നല്ല റീഡിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും ആക്ച്വലി നമുക്ക് നല്ലൊരു റിസൾട്ട് തരാം. ബാക്കി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആക്ച്വലി നേരം പോക്കുകളാണ് അല്ലേ? അപ്പോൾ 80-20 നമ്മൾ മുന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ പറയും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താലാണ് എന്തെങ്കിലും കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ ആക്ച്വലി ശരിയായിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്കാണ് ശരിയായിട്ടുള്ള റിസൾട്ട് തരിക. അപ്പോൾ എല്ലാം കൂടെ ചെയ്യാതെ 20%-ൽ കറക്റ്റായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20% എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്താൽ 80% ഓഫ് ദ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഓരോ കാര്യം കേൾക്കുമ്പോഴും, ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോഴും ചെയ്യേണ്ട കാര്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 20% എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ 20% മനസ്സിലാക്കിയാൽ നമുക്കത് 80%ഓളം റിസൾട്ട് നമുക്ക് തരികയും അത്രയും സമയനഷ്ടം നമുക്കുണ്ടാവുകയും ചെയ്യില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 20% എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ ഓഥർ ആക്ച്വലി നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഇൻസൈറ്റ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നമ്മളുടെ റുട്ടീനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെറുതെ നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നുണ്ടാകും. അതിൽ നമ്മളെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തരാനായിട്ട് ആവശ്യമുള്ള ആ 20% ശീലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ അങ്ങനെയുള്ള ശീലങ്ങൾ 20% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ എളുപ്പം നമുക്ക് സക്സസ്സിലേക്ക് മാറാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ 20% കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.